ഇറാന്റെ യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്ക ആക്രമിച്ച് തകർത്തതിലൂടെ ശുദ്ധ തെമ്മാടിത്തരമാണ് അമേരിക്ക ചെയ്തത്. ഇന്ത്യ ക്ഷണിച്ചിട്ട് നാവികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ വന്ന് മടങ്ങിയ ഇറാൻ യുദ്ധക്കപ്പലാണ് ശ്രീലങ്കൻ തീരത്തിനടുത്തുവെച്ച് അമേരിക്ക ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. 100ഓളം നാവികർ കൊല്ലപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ മേഖലയെ കൂടി യുദ്ധത്തിന്റെ ഭാഗമാക്കാൻ അമേരിക്ക നടത്തിയ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം എന്ന് തന്നെ കരുതേണ്ടതായി വരും. ഇന്ത്യയിൽ നിന്നും നാവികാഭ്യാസം കഴിഞ്ഞു മടങ്ങുന്ന ഇറാൻ യുദ്ധക്കപ്പലിനെ ആക്രമിച്ച് കടലിൽ മുക്കുക എന്നത് ചതിപ്രയോഗത്തിലൂടെ പിന്നിൽ നിന്നും കുത്തുന്നതിന് തുല്യമാണ്. അത് വലിയ കേമത്തരമൊന്നുമല്ല. ഇതിനെതിരെ ആദ്യം തന്നെ ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്നത് ഇന്ത്യയാണ്. ദൗർഭാഗ്യവശാൽ അത്തരമൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഇമേജിനെയാണ് ബാധിക്കാൻ പോകുന്നത്. സ്വന്തം രാജ്യത്തിന്റെ തുറമുഖം ഇന്ത്യയ്ക്കായി വിട്ടുനൽകിയ രാജ്യമാണ് ഇറാൻ. അത്തരമൊരു രാജ്യത്തിന്റെ കപ്പൽ ആക്രമിച്ചതിനെതിരെയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കണമായിരുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. ആക്രമണം നടന്നത് ശ്രീലങ്കൻ തീരത്താണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ നേവി അറിയാതെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സുരക്ഷാ പിഴവ് കൂടിയാണ് എന്നതും പറയാതിരിക്കാൻ കഴിയുകയില്ല. ഇപ്പോഴത്തെ ഈ യുദ്ധം ഇങ്ങനെ പോയാൽ വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ലോകവ്യാപകമായി തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ പ്രകടമായി കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ യുദ്ധക്കപ്പൽ മുക്കിയതിന് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും എത്ര കപ്പലുകൾ ഇറാൻ കടലിൽ മുക്കുമെന്നത് ഇനി നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ. ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനാൽ അതുവഴിയുള്ള ചരക്ക് നീക്കത്തിന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അകമ്പടി പോകുമെന്നാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ ആ കപ്പലുകൾ മുഴുവൻ ഇറാൻ സൈന്യം കടലിൽ മുക്കും. ഹോർമോസ് കടലിടുക്ക് ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുകയില്ല. അത്രയ്ക്കും ആധിപത്യം ആ മേഖലയിൽ ഇറാനുണ്ട്. സ്വയം കെണിയിൽ വീണുകൊടുക്കാൻ അമേരിക്കൻ സേന തയ്യാറാവുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇറാനിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവർ അവസാനം വരെ പോരാടുക മാത്രമല്ല, പ്രോക്സികളെയും മറ്റു നെറ്റ്വർക്കുകളെയും സജ്ജമാക്കുകയും ചെയ്യും. അത് ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാനും സാധ്യത കൂടുതലാണ്. ഹോർമൂസ് കടലിടുക്കിൽ ചൈനയുടെയും റഷ്യയുടെയും എണ്ണക്കപ്പലുകൾ തടയില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കപ്പലുകളും സ്വാഭാവികമായും തടയപ്പെടാൻ സാധ്യത കുറവായിരിക്കുമെന്ന് നമുക്ക് കരുതാം. ലോകത്തിലെ 1/5 എണ്ണ വിതരണവും നടക്കുന്ന ഹോർമൂസ് കടലിടുക്കാണ് ഇറാൻ അടച്ചിരിക്കുന്നത്. അത് ചൈനയെ മാത്രമല്ല ഇന്ത്യയെയും തീർച്ചയായും ബാധിക്കുന്നതാണ്. ഇന്ത്യയുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടാണല്ലോ അവർ അവരുടെ ചബഹാർ തുറമുഖം പോലും നമുക്ക് വിട്ടുനൽകിയിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനവും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാൻ യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ടതും ഏതു രൂപത്തിലാണ് ഇറാൻ കാണുന്നത് എന്നതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവർക്ക് ഇന്ത്യയോടുള്ള സമീപനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ ഇതുവരെ ഈ യുദ്ധത്തിൽ പങ്കാളിയല്ല. ഒരു രാജ്യത്തിനും നമ്മുടെ വ്യോമപാതയും തുറമുഖവും തുറന്നുകൊടുത്തിട്ടുമില്ല. അതുകൊണ്ടുതന്നെ ഇന്ത്യയെ ഇറാൻ ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യവുമില്ല. മാത്രമല്ല, റഷ്യൻ പതാക വെച്ച് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണക്കപ്പലുകൾ ഒരു കാരണവശാലും ഇറാൻ ആക്രമിക്കുകയുമില്ല. അത് ഇന്ത്യക്ക് എന്തായാലും ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഹോർമോസ് കടലിടുക്കിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ കാരണം ലോകം ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് ഓസ്ട്രിയൻ ബൾഗേറിയൻ ജിയോപൊളിറ്റിക്കൽ വിദഗ്ധ വെലീന ടക്കാരോവ അഭിപ്രായപ്പെട്ടതും ഇപ്പോൾ ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒരാളും ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇറാൻ മുൻപൊരിക്കലും ഈ കടലിടുക്ക് അടച്ചിട്ടില്ല എന്നാണ് NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ വെലീന ടക്കാരോവ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉപഭോക്താവ് ചൈനയായതിനാലാണ് ചൈനീസ് കപ്പലുകൾക്ക് അനുമതി നൽകിയത് എന്ന കാര്യവും അവർ എടുത്തു പറയുന്നുണ്ട്. അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകൾക്ക് അകമ്പടി സേവനം ആരംഭിക്കുമ്പോൾ ഇറാൻ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും വെലീന വലിയ രൂപത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതും ഈ അപകട സാധ്യത തന്നെയാണ്. യുദ്ധം ചെയ്ത് പരിചയമുള്ള ഇറാൻ അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളുമാണ് തെറ്റിക്കുവാൻ പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും ആക്രമണം നിർത്തിയതുകൊണ്ട് മാത്രം ഈ യുദ്ധം അവസാനിക്കുമെന്ന് എന്തായാലും തോന്നുന്നില്ല. അത്രയ്ക്കും പകയിലും രോഷത്തിലുമാണ് ഇറാൻ സൈന്യവും ആ ജനതയുമുള്ളത്. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ വലിയ ശേഷി ഇറാനുണ്ട്. അവസാന നിമിഷം വരെ ഇറാൻ പോരാടുമെന്നതിനാൽ യുദ്ധത്തെക്കുറിച്ച് പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് വെലീന ടക്കാരോവ തന്നെ ആ അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മേഖലയിൽ മാത്രമല്ല, അതിനപ്പുറത്തും ഇറാന്റെ പ്രോക്സികളെയും നെറ്റ്വർക്കുകളെയും അവർ സജ്ജമാക്കും. അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച യുദ്ധത്തിന്റെ പൂർണ്ണഫലം നമ്മൾ കാണാൻ പോകുകയാണ് എന്നും വെലീന ടക്കാരോവ പോലുള്ള ഒരാൾ പറയുമ്പോൾ ലോകം ഭയക്കുക തന്നെ വേണം. കാരണം ഈ മുന്നറിയിപ്പ് തന്നെയാണ് യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് അമേരിക്കൻ സൈനിക മേധാവി പോലും ട്രംപിന് നൽകിയിരുന്നത്.
അത് കേൾക്കാതെയാണ് ട്രംപ് യുദ്ധത്തിലേക്ക് എടുത്തുചാടിയിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ ശരിക്കും അമേരിക്കൻ നേതൃത്വത്തെ അമ്പരപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് വെലീനയുടെ ഒരു വിലയിരുത്തൽ. ഇത്തരം യുദ്ധങ്ങളുടെ വ്യാപകം എപ്പോഴും വലിയ ആശ്ചര്യങ്ങൾക്കിട നൽകുന്നതാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇറാനിയൻ നേതൃത്വം ഒരു ബഹുതല ഘടനയാണെന്നും പുറത്തുനിന്നുള്ള ഒരാൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പ്രതിരോധശേഷിയുള്ള ഒരു ബഹുതല ഭരണ സംവിധാനമാണതെന്നും അവർ നിരീക്ഷിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന കാര്യങ്ങൾക്കായി കാത്തിരുന്ന് കാണുന്ന രീതിയിലുള്ള രാജ്യങ്ങളും കമ്പനികളും നിലവിലെ യുദ്ധത്തിന്റെ മാത്രമല്ല, യുക്രൈൻ മുതൽ ഗാസ, ഇറാൻ, ഇന്തോ പസഫിക്, തായ്വാൻ വരെയുള്ള പരസ്പരം ബന്ധിതമായ ഭീകരപ്രവർത്തനങ്ങളുടെയും ഇരകളാകും എന്ന മുന്നറിയിപ്പും വെലീന നൽകിയിട്ടുണ്ട്. യുദ്ധത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ കാഴ്ചപ്പാട് ഇസ്രയേലിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ചൈന അമേരിക്ക ഉച്ചകോടിക്ക് മുൻപ് ചൈനയുടെ സ്ഥാനം ദുർബലപ്പെടുത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചൈനയുടെ എല്ലാ പ്രധാന പങ്കാളികളെയും സഖ്യകക്ഷികളെയും നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ആണവ സ്ഥാപനങ്ങൾ, നാവികസേനയുടെ പൂർണ്ണമായ നാശവും അമേരിക്കയുടെ അജണ്ടയിലുണ്ട്. ചൈനയാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഇസ്രയേലിന്റെ ലക്ഷ്യം ഇപ്പോഴും ഭരണമാറ്റം മാത്രമാണ്. ഇതുതന്നെയാണ് NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ ഓസ്ട്രിയൻ ജിയോപൊളിറ്റിക്കൽ വിദഗ്ധയായ വെലീന ടക്കാരോവയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്.